നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 100-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. ഒരു സന്ധി സംഭാഷണത്തിന് ഇനി അവസരമില്ലെന്ന് ഇസ്രായേൽ വ്യക്തമായി പറയുന്നു. അതേസമയം ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് ഗൗരവമുള്ള നിർണായകമായ ഇടപെടലുമായി സൗദി അറേബ്യ രംഗത്ത് വന്നിരിക്കുന്നു. അറബ് രാജ്യങ്ങളുടെ തലവനെന്ന് കരുതാവുന്ന സൗദി അറേബ്യയുടെ ഏറ്റവും നിർണായകമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തണം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തണമെന്നാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ നിലപാട്. ഇസ്രായേലിനെ തള്ളിപ്പറയുകയോ പാലസ്തീനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല സൗദി അറേബ്യ. അതാണ് ഏറ്റവും നിർണായകമായ ഒരു നിലപാടെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അറബ് രാജ്യമായ സൗദി അറേബ്യ ഒരിക്കലും പാലസ്തീനെ പിന്തുണയ്ക്കുന്നില്ല, ഇസ്രായേലിനെ തള്ളിപ്പറയുന്നില്ല. അതുമാത്രവുമല്ല, ഇസ്രായേലിന് സമാധാനം ആവശ്യമാണെന്ന് സൗദി അറേബ്യ പറയുന്നു. സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ബിൻ ഫർഹാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോക സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് ലോകത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യത്തിൽ തങ്ങളുടെ നിലപാട് സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് വളരെ കൃത്യമായ ഒരു നിലപാട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സൗദി അറേബ്യ എടുക്കുന്നത്. ഇതിനു മുൻപ് മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ തന്നെ കണ്ണടച്ച് പാലസ്തീനെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്ന ഇടത്താണ് അറബ് രാജ്യങ്ങളുടെ തലവനെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന സൗദി അറേബ്യ ഇത്തരമൊരു പുരോഗമനകരമായ നിലപാട് സ്വീകരിക്കുന്നത്. ഈ നിലപാട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന് അനുകൂലമാണ്. കാരണം ഇസ്രായേലിന് സമാധാനം ആവശ്യമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇല്ലാതാകണം. ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരു സമാധാനമുണ്ടാകണം. അതിന് സമാധാന കരാർ വേണം. അതിന് സ്വതന്ത്ര പാലസ്തീനാണ് ഏക പോംവഴി. അതായത് പാലസ്തീൻ സ്വതന്ത്രമാവുകയും പാലസ്തീൻ എന്ന രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയും വേണം. പാലസ്തീൻ എന്ന രാജ്യത്ത് നിന്നുകൊണ്ട് ഹമാസിനെ പോലെയുള്ള ഭീകരവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സമാധാനവും സുരക്ഷയുമുള്ള ഒരു ഇസ്രായേൽ എന്ന ഇസ്രായേലിന്റെ ആവശ്യത്തെയാണ് സൗദി അറേബ്യ അംഗീകരിച്ചിരിക്കുന്നത്. ഇതാണ് സൗദി അറേബ്യയുടെ ഇടപെടൽ നിർണായകമാണ് എന്ന് പറയാൻ കാരണം. സമാധാനവും സുരക്ഷയുമുള്ള ഒരു ഇസ്രായേലിന് വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പലതവണ പറഞ്ഞതാണ്. ആ ആവശ്യത്തെ ഇപ്പോൾ സൗദി അറേബ്യ അംഗീകരിച്ചിരിക്കുന്നു. ഇസ്രായേൽ പറയുന്നത് ന്യായമായ കാര്യമാണെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനുള്ളിൽ കയറി നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയാണ് ഈ യുദ്ധം എന്നുള്ളത് സൗദിക്ക് കൃത്യമായി അറിയാം. ഈ യുദ്ധം 100 ദിവസം എത്തിയിരിക്കുന്നു. നാശനഷ്ടങ്ങൾ അനവധി ഉണ്ടായിരിക്കുന്നു. 1.25 ലക്ഷത്തിലധികം ആളുകൾ ഈ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നു. പാലസ്തീനികൾ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ്. ഗാസയിലെ ജനങ്ങൾ പാലായനം ചെയ്ത് എവിടേക്കോ എത്തിപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഗാസാവാസികൾ കടന്നു പോകുന്നത് എന്നുള്ളത് സൗദി അറേബ്യയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇപ്പോൾ തങ്ങളുടെ നിലപാടുകൾ ആദ്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. സൗദി പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രസക്തമാണ്. ഇസ്രായേല് സമാധാനവും സുരക്ഷിതത്വവുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. എപ്പോഴും ഈ സമാധാനവും സുരക്ഷയും ആഗ്രഹിക്കുന്ന രാജ്യമാണ് എന്നാണ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത്. അത് മാത്രവുമല്ല, എന്നാൽ ഇസ്രായേലിന് സമാധാനം വേണമെങ്കിൽ അത് പാലസ്തീനിലൂടെ മാത്രമേ സാധ്യമാകൂ. ഇസ്രായേലിന് സമാധാനം വേണമെങ്കിൽ ആദ്യം പാലസ്തീനിൽ സമാധാനം ഉണ്ടാകണം. പാലസ്തീനിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ പാലസ്തീൻ സ്വതന്ത്രമാകണം. ഇപ്പോഴുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കൈകളിൽ നിന്ന് പാലസ്തീൻ എന്ന രാജ്യം സ്വതന്ത്രമാകണം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് മുതിരാത്ത ഒരു ഭരണകൂടം പാലസ്തീനിൽ ഉണ്ടാകണം. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിൽ വിശ്വസിക്കാത്ത ഒരു ഭരണകൂടം പാലസ്തീനിൽ ഉണ്ടാകണം. അത്തരമൊരു പാലസ്തീൻ ഉണ്ടായാൽ മാത്രമേ ഇസ്രായേലിന് സമാധാനം ഉണ്ടാകൂ. ഇസ്രായേലിന് സമാധാനം ഉണ്ടായാലേ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരൂ. ഇതാണ് സൗദി അറേബ്യ പറയുന്ന വലിയ ഒരു നിർദ്ദേശം. ലോക സാമ്പത്തിക ഫോറത്തിൽ ലാവോസിൽ സംസാരിക്കുകയായിരുന്നു സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി. പ്രാദേശിക സമാധാനമെന്ന്
പ്രാദേശിക സമാധാനം എന്നതുകൊണ്ട് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിന്റെ സമാധാനമാണ്. ഇസ്രായേലിന്റെ സമാധാനം ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതും ശരിയായ കാര്യമല്ല. ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന നടപടികളിലൂടെ പ്രാദേശിക സമാധാനം തകരുകയും രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും ഇല്ലാതാവുകയുമാണ് ചെയ്യുന്നത്. പ്രാദേശിക സമാധാനം വേണമെങ്കിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തണം. ഇരു രാജ്യങ്ങളും വെടിനിർത്തിയാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ അലയൊലികൾ അതിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്കും പടരുകയാണ്. ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്നും സൗദി അറേബ്യ വ്യക്തമാക്കുന്നു. കാരണം ചെങ്കടലിൽ ഇസ്രായേലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നു. ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നു. അതിന്റെയൊക്കെ കാരണവും അതിന്റെയൊക്കെ പശ്ചാത്തലവും ഈ പറയുന്ന ഗാസയിലെ ആക്രമണമാണ്. ഗാസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹൂതികളും ഹിസ്ബുള്ളയും അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ആ പ്രദേശങ്ങളിൽ ചെങ്കടലിൽ അശാന്തി സൃഷ്ടിക്കുന്നത്. അതിനെ എതിരിടാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ സായുധമായി സംഘടിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഏറ്റവും പ്രധാനം വേണ്ടത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലാണ്. ഇരു രാജ്യങ്ങളും വെടിനിർത്തണം. ഇസ്രായേലിന്റെ ആവശ്യം ന്യായമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് സമാധാനപരമായും സുരക്ഷിതമായും ജീവിക്കണം. അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങണം. അതിന് ആ രാജ്യത്തിന് സമാധാനം ആവശ്യമാണ്. എന്നാൽ അത് പാലസ്തീനിലൂടെ മാത്രമേ സാധ്യമാകൂ. പാലസ്തീൻ അരക്ഷിതമായിരുന്നാൽ ഒരിക്കലും ഇസ്രായേലിന് സമാധാനത്തോടെ ഉറങ്ങാനാകില്ല. അപ്പോൾ ആദ്യം സമാധാനം സ്ഥാപിക്കേണ്ടത് പാലസ്തീനിലാണ്. ഈ വാക്കുകളിലൂടെ സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് ഹമാസിനെതിരുള്ള നടപടിയാണ്. പാലസ്തീനിൽ ഹമാസിനെതിരായ നടപടി ഉണ്ടാകണം. പാലസ്തീൻ സ്വതന്ത്രമാകണം. പാലസ്തീന് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണം എന്നേക്കുമായി ഇല്ലാതാകണം. ഇതാണ് ഒരു ഭാഗത്ത് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് 100 ദിവസം എത്തുമ്പോൾ ആദ്യമായിട്ടാണ് സൗദി തങ്ങളുടെ നിലപാട് ഒരു ലോകവേദിയിൽ പ്രഖ്യാപിക്കുന്നത്. ലാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് അറബ് രാജ്യങ്ങളുടെ തലതൊട്ടപ്പനായ സൗദി അറേബ്യ ഇസ്രായേലിനെ അനുകൂലിച്ചും അതുപോലെ പാലസ്തീനെ തള്ളിയുമുള്ള നിലപാടുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം ആഗ്രഹിക്കുന്ന സമാധാനം അനിവാര്യമാണ്. അവരെ തെറ്റു പറയാൻ ഒക്കില്ല. മറുഭാഗത്ത് പാലസ്തീന്റെ ഭാഗം തെറ്റുകളുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മാത്രമേ, വെടിനിർത്തലിലേക്ക് എത്തിയാൽ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒക്കുകയുള്ളൂ. ഈ നിലപാടാണ് ഇപ്പോൾ സൗദി പ്രഖ്യാപിക്കുന്നത്.